ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതിയായിട്ട് മീനും അനുശ്രീയും കൂടി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. അമ്മ കാലധികം കുത്തി നടക്കണ്ട, അമ്മയ്ക്ക് വേദന എടുക്കും എന്ന് പറയും. മീൻ പറയും, പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കയറി TT എടുക്കണം. അതൊന്നും വേണ്ട, പോകുന്ന വഴിക്കൊന്നും ഒരിടത്തും കയറാൻ നിൽക്കരുത്, നേരെ വീട്ടിലേക്കേ പോകാൻ പാടുള്ളൂ, പൂജ കഴിഞ്ഞ് വീട്ടിൽ വേണം ആദ്യം കയറാൻ എന്ന് ഗോമതി പറയും. അപ്പം അനു പറയും, അമ്മേ തുരുമ്പെടുത്ത ആണിയാ കാലത്ത് അറിഞ്ഞു കയറിയത്, അതും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, എന്തായാലും TT എടുത്തിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയൂ കേട്ടോ. അപ്പം ഗോമതി ചുറ്റും നോക്കുവേ. അപ്പം മീന് ചോദിക്കും, അമ്മ എന്താ ഈ നോക്കുന്നേ? അല്ല, അവരൊക്കെ എന്തിയേ? ആരെയും കാണുന്നില്ലല്ലോ. അത് അമ്മ പറഞ്ഞോലെ ശരിയാണല്ലോ, ആരെയും കാണുന്നില്ലല്ലോ, ഇവരിത് എവിടെ പോയി? അനു, നീ അവരെ കണ്ടിരുന്നോ എന്ന് മീന് ചോദിക്കും. മീൻ ചേച്ചി, അമ്പലത്തിൽ എന്തൊക്കെയോ സെറ്റിൽമെന്റ് ഉണ്ട്, പൂജയുടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് അവർ പോയതാ, അവരെ മാനേജറെ കാണാനായിട്ട് അതിൻ്റെ പരിപാടിയായിട്ട് പോയതാ. ബാലേട്ടനോ? അച്ഛൻ എന്ത് ചെയ്യാനു? ദേ അച്ഛൻ അവിടെയുണ്ട്. അപ്പം അച്ഛനും സ്വാമി പൊറ്റിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവർ കാണൂ കേട്ടോ. അപ്പോൾ ഗോമതി പറയും, സ്വാമി പൊറ്റി ബാലേട്ടനോട് കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടങ്ങ് ചെന്നാലോ എന്ന് ചോദിക്കും. അപ്പം മീനു പറയും, ഈ വയ്യാത്ത കാലം വെച്ചോണ്ടാണോ അമ്മ വന്ന് വണ്ടിയെ കയറിക്കേ, അവിടെ വരുമെന്ന് നടക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഗോമതിനെ അവർ നിർബന്ധിച്ച് വണ്ടിയെ പിടിച്ചിരുത്തു കേട്ടോ. ചേടാ അങ്ങോട്ട് കയറണ്ട അമ്മേ. അപ്പം ബാലൻ സ്വാമിപ്പൊറ്റിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് എന്താ? അഗ്നിപൂജയുടെ ഫലം ശുഭഫലമെന്നാണോ പറയുന്നത്? അതെ അതെ ബാല, ഈ അഗ്നിപൂജയിൽ അശുഭ ലക്ഷണങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങളുടെ കുടുംബത്തിൽ പിടികൂടിയിരിക്കുന്ന ആപത്തുകൾ വിട്ടൊഴിഞ്ഞു പോയിട്ടില്ല എന്നാ. രക്തം കണ്ടില്ലേ അഗ്നിപൂജയുടെ ഇടയ്ക്ക്? അത് അത്ര നല്ല ലക്ഷണമല്ല, അശുഭ ലക്ഷണം തന്നെയാ. അഗ്നിപൂജ ചെയ്യുന്നത് ആദിപരാശക്തിയെയും അതുപോലെ മുരുകൻ സ്വാമിയെയും മനസ്സിൽ വിചാരിച്ച അവർ രണ്ടുപേരും ഈ പൂജയിൽ പ്രസാദിച്ചിട്ടില്ല. ഇതിനി എന്താ സ്വാമി ഒരു പ്രതിവിധി? ഇതിന് ഇനി പ്രതിവിധി ഒന്നുമില്ല, എന്തോ വലിയൊരു ആപത്ത് നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിപ്പുന്നുണ്ട്, അത് തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് നിമിത്തങ്ങൾ കാണിച്ചു തരുന്നത്. ഗോമതിയുടെ മുന്നിൽ വെച്ച് ഞാനിത് പറയാതിരുന്നത് അവരിതൊക്കെ ആയിട്ട് ഒത്തിരി ടെൻഷൻ ആകണ്ടെന്ന്, അവർക്ക് കുടുംബത്തെ ഓർത്ത് ഇപ്പം തന്നെ നല്ല ആദ്യം ഉണ്ടെന്ന് എനിക്കവരെ കണ്ട് അന്ന് തന്നെ മനസ്സിലായതാ. അതുകൊണ്ടാണ് ഞാൻ ബാലനെ മാറ്റി നിർത്തി ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഇനി ഇതിനെന്താ സ്വാമി പ്രതിവിധി? ഒരിക്കൽ കൂടി അഗ്നിപൂജ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾ മാറ്റാനായിട്ട് സാധിക്കുവേ? ഒരിക്കലും. അപ്പോൾ ബാലൻ വീണ്ടും ചോദിക്കുമോ, അല്ല എന്തുകൊണ്ടാണ് സ്വാമിപ്പറ്റി ഞങ്ങൾ ഇത്ര നിഷ്ഠയോടുകൂടി തന്നെ വ്രതം അനുഷ്ഠിച്ച് ഈ പൂജ ചെയ്തിട്ടും അശുഭലക്ഷണങ്ങൾ കാണിച്ച് ഞങ്ങളുടെ പൂജ ദേവി കൈക്കൊള്ളാതിരുന്നത് എന്ന് ചോദിക്കുക. ഞങ്ങൾ ഈ പൂജയിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, അങ്ങ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കറുക മാല ഗണപതിക്ക് സമർപ്പിച്ചു, അതിനുശേഷം അങ്ങ് പറഞ്ഞ പോലെ എല്ലാവർക്കും തലക്കൊഴിഞ്ഞ നാണയം കൊണ്ട് നാരങ്ങയിൽ വെച്ച് നാരങ്ങ വിളക്ക് കത്തിച്ചു, ധാര നടത്തി ദേവിക്ക്. അതുപോലെ ഗോമതി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വ്രതം അനുഷ്ഠിച്ചു, പൂജ ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് സ്വാമിപ്പൊറ്റി ഈ അഗ്നിപൂജ നടത്തിയതിന് ഫലമില്ലാതായി പോയത്? ബാല, ഗോമതി നിങ്ങളും അത് കഠിനമായി തന്നെ വ്രതമെടുത്തു, പൂജാവിധികൾ ഒന്നും പോലും തെറ്റാതെ അത് അനുഷ്ഠിക്കുകയും ചെയ്തു. അതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പിരികത്ത് കൊള്ളാനായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങ് എന്താ പറഞ്ഞു വരുന്നത്? ബാലൻ്റെ കുടുംബത്തിൽ ഒരു അത്യാപത്ത് സംഭവിക്കും, അത് വിധിയാ, സംഭവിച്ചിരിക്കും, അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല എന്ന നിമിത്തങ്ങൾ കാണിച്ചു തരുന്നത്. പക്ഷേ അതിൻ്റെ കാഠിന്യം അല്പം കുറയും കേട്ടോ. അത് ഇന്നത്തെ ലക്ഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. സൂക്ഷിക്കണം. ഇപ്പം എനിക്ക് അത്രയേ പറയാനുള്ളൂ. നിങ്ങളുടെ കുടുംബത്തെ കാട്ട് എന്തോ ഒരു വലിയ അത്യാപത്തുണ്ട്, അതിനെ നേരിടാൻ നിങ്ങളെല്ലാവരും സജ്ജമായിട്ട് തന്നെ ഇരിക്കണം, മനസ്സിന് ഉറപ്പ് വരുത്തണം. ഗോമതിക്ക് അതില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവരുടെ കേക്ക് ഞാനിതൊന്നും പറയാത്തത്. താൻ തന്നെ തൻ്റെ കുടുംബത്തെ കാക്കുക എന്ന് പറഞ്ഞിട്ട് സ്വാമിപ്പൊറ്റി അവിടെ നിന്ന് പോവുകയാണേ. അപ്പോൾ ബാലൻ ആകെ ടെൻഷൻ ആവുകയാണ്. ബാലനാണെങ്കിൽ വീണ്ടും അതേ സ്വാമിപ്പൊറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബാലൻ്റെ കുടുംബത്തിൽ ഒരു അത്യാപത്ത് സംഭവിക്കും, അത് വിധിയാ, സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞ സ്വാമിപ്പൊറ്റിയുടെ വാക്കുകൾ ബാലൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ എല്ലാ സമാധാനവും മുഴുവനുമായിട്ട് തന്നെ പോവുകയാണേ. അതേസമയം ആലോകാണെങ്കിൽ വളരെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഹരീന്ദ്രൻ അങ്കിൾ ഇവിടെ വരാമെന്നാണല്ലോ വിളിച്ചു പറഞ്ഞത്, എന്നിട്ട് അയാളെ കാണുന്നില്ലല്ലോ, ഇനി അയാൾ എന്നെ പറ്റിച്ചതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലോക് ഒരിടത്ത് നിൽക്കുക. അതേസമയം ആലോക് കാത്തു നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ ആകാശും ആര്യനും ആനന്ദും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്.
അപ്പം സിഗരറ്റൊക്കെ വലിച്ച് ആസ്വദിച്ച് നിൽക്കുന്ന ആലോക പെട്ടെന്ന് അവരെ കാണുന്നില്ല. ഈ അങ്കിൾ എന്നെ ഇതുവരെ വരാത്തത് എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുക. അതേസമയം നമ്മുടെ ആലോകിനെ ചുറ്റി 3 സഹോദരന്മാരും വളഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നാണ് ആകാശ് ഒരു വടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആലോകിൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അത് കാണുമ്പോൾ തന്നെ ആലോക് പേടിച്ചു പോവാണേ. അപ്പോൾ പുറം തിരിഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ആര്യ നിൽക്കുന്നു, ഫ്രണ്ടിലാണെ ആനന്ദ് നിൽക്കുന്നു. 3 ചുറ്റും സഹോദരന്മാർ വളഞ്ഞിരിക്കുന്ന കാണുമ്പം പണി കിട്ടി എന്ന് ആലോകിന് മനസ്സിലാകുക. പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുന്ന ആലോകിനിട്ട് നമ്മുടെ ആര്യൻ തന്നെ തുടങ്ങി വെക്കുകയാണ് കേട്ടോ അടി. പിന്നാലെ ആകാശും ആനന്ദും നല്ല ഇരുപ്പത് കൊടുക്കുകയാണ് ആലോകിനിട്ട്. എൻ്റെ അമ്മേനെ നീക്ക കൂടി കൊല്ലാൻ നോക്കിയല്ലേടാ എന്നും ചോദിച്ചോണ്ടേ ആലോക് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും അവർക്ക് കൊള്ളുന്നില്ല. നമ്മുടെ ആലോകിനാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റാതെ ആലോകിനെ 3 പേരും കൂടി പൂട്ടിയിരിക്കുകയാണ്. ആലോകിന് ഇഷ്ടം പോലെ അടി കിട്ടുന്നുമുണ്ട്. പെട്ടെന്നാണ് ആകാശിൻ്റെ ശ്രദ്ധയിൽ അവിടെ കിടന്നൊരു ബിയർ ബോട്ടിൽ കിട്ടുന്നത്. അതെടുത്ത് ആലോകിൻ്റെ തലക്കിട്ട് അടിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് ധർമ്മൻ ഓടി വരിക. വിടടാ, അവനെ ഒന്നും ചെയ്യല്ലടാ എന്നും പറഞ്ഞ് മാറ്റുക. വിടടാ പിള്ളേരെ, എടാ നിന്നെ ഇപ്പം രക്ഷിച്ചത് നിന്നോടുള്ള സ്നേഹക്കൂടുതലൊന്നും കൊണ്ടല്ല, നിന്റെ ദേഹത്ത് ഒഴുകുന്ന രക്തം എൻ്റേതാണല്ലോ എന്ന് ഓർത്തിട്ടാ. എൻ്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയ നിന്നെ ഇങ്ങനെയെങ്കിലും വിട്ടത് ഇവരുടെ ദയ കൊണ്ടാന്ന് കരുതിയാൽ മതി. മേലാൽ ഇപ്പാകെ ചീപ്പ് പരിപാടിയായിട്ട് ദേവമംഗലത്തുള്ളവരെ വേദനിപ്പിക്കാൻ ഇറങ്ങിയാൽ ഇനി ഒരിക്കൽ കൂടി നീ ഈ ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ ആര്യനെ, ആകാശിനെ, ആനന്ദിനെയും ഒരു വിധത്തിൽ അവിടുന്ന് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അതേസമയം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആലോക് എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് കൃഷ്ണമംഗലത്ത് ചെല്ലുക. അപ്പോൾ രാജശ്രീ ഇറങ്ങി വരുമ്പം കാണുന്നത് മുറിവുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആലോകിനെയാണ്. അത് കാണുമ്പോൾ തന്നെ രാജശ്രീക്ക് അങ്ങ് സങ്കടം വരുക. എടാ എന്താടാ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുക. അയ്യോ നിന്റെ ദേഹമെല്ലാം എന്താ അപ്പിടി ചതവാണല്ലോ മോനെ, ഇതെന്താണ് നിനക്ക് പറ്റിയത്? അത് ഞാൻ ബൈക്കിൽ നിന്ന് വീണതാ അമ്മേ എന്നും പറഞ്ഞ് ആലോക് അകത്തോട്ട് കയറിപ്പോവും. ബൈക്കിൽ നിന്ന് വീഴുകയോ? ഷോ എന്താടാ, ഇത് ബൈക്കിൽ നിന്ന് വീണതല്ല, ഇത് വണ്ടിയിൽ നിന്ന് വീണതൊന്നുമല്ല. നോക്കട്ടെ, നല്ല ചതവുണ്ടല്ലോ. ദേ എൻ്റെ ഈശ്വര, കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ. നിനക്ക് എന്നാ പറ്റിയേ? എന്നിട്ട് അപ്പോഴത്തേക്ക് രാജശ്രീ, അച്ചുവേട്ടാ, ആനന്ദേട്ടാ, അമ്മേ ഓടിവാ. എൻ്റെ പൊന്നമ്മേ, അമ്മ വിളിച്ചു കൂവി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. മിണ്ടരുത് നീ. നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോ. എല്ലാവരും വന്ന് ചോദിക്കട്ടെ. അച്ചുവേട്ടാ, ദേ കണ്ടോ ആലോക് നിൽക്കുന്നത്, എന്താടാ നിനക്ക് പറ്റിയത് എന്ന് അച്യുതനപ്പ ചോദിക്കും. ഒന്നുമില്ല, നിന്റെ ശരീരത്തിൽ താനെ അങ്ങ് പരിക്കുണ്ടായതാണെന്നോ നീ പറഞ്ഞു വരുന്നത്? എന്താ സംഭവിച്ചെന്ന് സത്യം തുറന്ന് പറഞ്ഞോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദം വന്ന് ചോദിക്കും, ആലോകെ എന്താ സംഭവിച്ചത്? കള്ളം പറഞ്ഞ് നീ രക്ഷപ്പെടാൻ നോക്കണ്ട, സത്യമായിട്ട് പറഞ്ഞോ എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നന്ദിനിയും പറയും, നീ വല്യശ്വനോട് കാര്യം പറ, എന്താ നടന്നത്? എങ്ങനെയാണ് നിന്റെ ദേഹത്തെല്ലാം ഈ മുറിവുകൾ ഉണ്ടായത് എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ആലോക് പറയും, എന്നെ തല്ലി എന്ന് പറയേ. തല്ലുകയോ? ആര് നിന്നെ തല്ലിയെന്ന് ഈ പറയുന്നത്? പറ, ആരാ നിന്നെ തല്ലിയത്? അവരെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ദേവമംഗലത്തെ ആനന്ദും ആകാശവും ആര്യനും ചേർന്ന എന്നെ ഈ പരുവാക്കിയത്. അപ്പോഴത്തേക്കും അച്ഛൻ, അവരെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ആനന്ദം പറയും, നീ വെറുതെ ഇരുന്നേ അച്ചു, എന്തിനാ അവർ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലായിരുന്നു, ഒരു കാരണവും ഇല്ലാതെ അവർ നിന്നെ തല്ലിയോ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് ഇന്ദ്രാമയ്ക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല. പഴയ വൈരാഗ്യമൊക്കെ ആയിരിക്കും അവരെന്നെ തല്ലാൻ കാരണം. അല്ല, അവരെന്നെ തല്ലാൻ വന്നതാ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല വെല്ലിച്ച. ഞാനാണെങ്കിൽ അവരെന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ പ്രതികരിച്ചു പോയി, അതിനവരെല്ലാവരോടും എന്നെ തല്ലി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ദ്രാമ്മ പറയും, ഒരു കാരണവും ഇല്ലാതെ അവർ തല്ലുവോ? ആഹാ, അത് ശരി, അമ്മ ഇപ്പോഴും ദേവമംഗലത്തുകാരുടെ ഭാഗത്താണല്ലേ എന്ന് രാജശ്രീ ചോദിക്കും. അപ്പോഴത്തേക്കും ആനന്ദം പറയും, ആലോകെ, നീ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ. അതെ വെല്ലിച്ച, സത്യമാ. എങ്കിൽ വാ, നമുക്ക് അവരോടത് ചോദിച്ചിട്ട് തന്നെ ഇന്ന് നമുക്ക് വിശ്രമമുള്ളൂ. 2-1 ചോദിച്ചിട്ടേ ഉള്ളൂ. കൃഷ്ണമംഗലത്തെ ഒരാളുടെ ദേഹത്ത് കാരണമില്ലാതെ ഒരാൾ കൈവച്ച എന്ത് നടക്കുമെന്ന് നമുക്കൊന്ന് അറിയണം. നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞ് ആലോകിനെയും പിടിച്ചുകൊണ്ട് പോവേ. അപ്പോൾ ആലോക് ഒട്ടും വിചാരിച്ച് ഇല്ല കൊണ്ടുപോകായിരിക്കുമെന്ന്. അപ്പോഴത്തേക്കും ഇന്ദ്രാമ്മ പറയും, എൻ്റെ പൊന്നനന്ത, ഇവൻ പറയുന്നതും കേട്ട് അങ്ങോട്ട് വലിഞ്ഞു കയറി പോയി കഴിഞ്ഞാൽ നാണം കെടുകയുള്ളൂ എന്ന്. അപ്പോൾ അച്യുതൻ പറയും, ദേ അമ്മേ, ആവശ്യമില്ലാതെ തടസ്സം നിൽക്കാനൊന്നും നിൽക്കണ്ട. വെറുതെ എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ രാജശ്രീ പറയും, അമ്മ വെറുതെ അവരുടെ ഭാഗം നിൽക്കാനൊന്നും നോക്കണ്ട. അമ്മയ്ക്ക് അല്ലെങ്കിലും അങ്ങോട്ടാണല്ലോ ചായ്വ്. എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടാൻ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ ആരും ഇടപെടണ്ട, ഈ ആനന്ദം തന്നെ ചോദിക്കാം. നീ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ദേവമംഗലത്തേക്ക് പോവാ. എടാ ബാല, ഇവിടെ ഇറങ്ങി വാടാ. ആരും വരുന്നില്ലല്ലോ, ചവിട്ടി തുറങ്ങി വാടാ. എന്താ കാര്യം? അച്യുത, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അനന്തം കയറി വരും. ഏട്ടാ മാറ്, ഞാനും ഇവന്മാരെ കൊല്ലും. ദേവമംഗലത്ത് നിന്ന് വെല്ലുവിളിക്കുന്നത് 2 കാലിൽ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞ് ആകാശം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവേ. എടാ ആകാശേ, സമാധാനപ്പെട്. എന്താ? അതിഥി ദേവോ ഭവാന്നാ.
വീട്ടുമുറ്റത്ത് വരുന്നവരെ ശത്രുക്കളാണെങ്കിലും ബഹുമാനം കൊടുക്കണമെന്ന പ്രമാണം. അപ്പം അനന്തൻ പറയും, മതി തൻ്റെ പ്രമാണം കേൾക്കാനല്ല ഞാൻ വന്നത്, ബാക്കി കാര്യങ്ങളെ ഞാൻ സംസാരിക്കാം. ഇവൻ്റെ കോലം കണ്ടോ, നോക്ക്, ഇത് കണ്ടോ, ഇവനെ ഈ രീതിയിലാക്കി കളഞ്ഞതേ നിങ്ങളുടെ ഈ മക്കളാ, ഒരു കാരണമില്ലാതെ ഞങ്ങളുടെ ആലോകനെ തല്ലി ചതച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പം ആര്യനും ആകാശും എന്നും പറഞ്ഞുകൊണ്ട് തല കുണുക്കിക്കൊണ്ട് നിൽക്കുവേ. അതിന് സമാധാനം കണ്ടിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയേ. പകരത്തിന് പകരം ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയൂട്ടോ. അപ്പം അവരാരും മിണ്ടാതെ നിൽക്കുവേ. അപ്പം മീനു പറയും, ഹോ, എന്തു പകരം ചോദിക്കാനാ പോകുന്നത് എന്ന് പെട്ടെന്ന് ഗോമതി അങ്ങ് ചോദിക്കും. ഇതുവരെ ചെയ്തു കൂട്ടിയതൊന്നും മതിയായിട്ടില്ല അല്ലേ, ഇനിയും പകരം ചെയ്യണോ നിങ്ങൾക്ക് എന്ന് ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കേ. അപ്പം എന്താ ഗോമതി നീ ഇങ്ങനെ, അവർ പകരം ചോദിക്കാൻ വന്നതല്ലേ, സ്വന്തം ചേട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പോട്ടെ അനന്ത, അത് ക്ഷമിച്ചു കളഞ്ഞേക്കുന്നേ, നിന്റെ അനീത്തിയല്ലേ, ആ ഒരു വിവരേ കാണുള്ളൂ. എന്താടാ പറഞ്ഞത്? അച്ഛൻ്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീടാ വെച്ചേക്കില്ല ഒരുത്തരെയും എന്ന് ആകാശ് പെട്ടെന്ന് പറയൂട്ടോ. അപ്പോഴത്തേക്കും സുഗിനി ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുകയാണേ. ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. കേട്ടോ അനന്ത, ഇവർക്കേ ഞാനെന്ന് വച്ച ജീവനാ, എന്ത് ചെയ്യാനാ എന്ന് പറയേ ബാലനെ. എൻ്റെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ എൻ്റെ മക്കളൊക്കെ പിന്നെ കണ്ണ് കണ്ടുകൂടാന്നാകും. അതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബാലൻ പറയൂട്ടോ. പെട്ടെന്ന് രാജശ്രീ പറയും, ദേ അനന്തേട്ട, നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരോട് രണ്ടെണ്ണം നല്ലത് പറ. എൻ്റെ മോൻ്റെ അവസ്ഥ കാണുന്നില്ലേ, അവന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, എന്നിട്ട് പരസ്പരം വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കുക. അച്യുതേട്ട ഇങ്ങനെ നോക്കി നിൽക്കാതെ അവർക്കിട്ട് രണ്ടെണ്ണം വെച്ച് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറയേ. അപ്പോൾ പെട്ടെന്ന് ഇന്ദ്രമ്മ പറയും, ദേ എനിക്ക് എൻ്റെ മക്കളോടും മരുമക്കളോടും ഒക്കെ പറയാൻ ഒന്നേ ഉള്ളൂ, എപ്പോൾ തുടങ്ങിയ വൈരാഗ്യവും വാശിയാ, എൻ്റെ മരണത്തോടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഏറ്റുമുട്ടലൊന്ന് അവസാനിക്കുമോ, പരസ്പരം തല്ലിച്ചാകാതെ എങ്ങനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ളതിന് നേർക്ക് നേർ കണ്ടു കഴിഞ്ഞാൽ അടിയാണ് എല്ലാവരും കൂടി എന്ന് പറയേ. അപ്പോൾ ബാലൻ പറയും, അമ്മേ, ഒരു കാരണവും ഇല്ലാതെ ദേവമംഗലത്തുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും ആരെയും ഉപദ്രവിച്ചതായിട്ട് അമ്മ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേ. അപ്പോൾ അനന്തം പറയും, പിന്നെ ഒരു കാരണവും ഇല്ലാതെ ഇവനെ നിങ്ങൾ അടിച്ചതാണല്ലോ ഇവൻ പറയുന്നത് എന്ന് പെട്ടെന്ന് ചോദിക്കും കേട്ടോ. ഒരു കാരണവും ഇല്ലാതെയാണോ ഇവനെ അടിച്ചത്, അവനോട് ശരിക്കും ഒന്ന് ചോദിക്കുക. ദേ ഇവരുടെ അമ്മയെ കൊല്ലാൻ നോക്കി ഇവനെ പിന്നെ അവർ സ്നേഹത്തോടെ പറഞ്ഞു വിടുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ചോദിക്കേ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലേ, ഇല്ല നിങ്ങളുടെ പുന്നാര മോനോട് ചോദിക്കുമോ. അപ്പം രാജശ്രീ പറയും, ഗോമതിയെ ആലോക കൊല്ലാൻ നോക്കിയെന്നോ, വെറുതെ കള്ളക്കഥകൾ ഉണ്ടാക്കണ്ട എന്ന് രാജശ്രീ പറയും. കള്ളക്കഥയോ, അവൻ്റെ മുഖത്ത് നോക്ക്, എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവൻ തലകുനിച്ച് നിൽക്കുന്ന കണ്ടില്ലേ. മകനെ ശരിക്കും ഗുണദോഷിക്കാതെ ചോദിച്ച് മനസ്സിലാക്കാതെ ഇങ്ങോട്ട് എല്ലാവരും കൂടി പോകുന്നതാണല്ലേ. നിങ്ങളുടെ മകൻ കാരണം ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലുതാണ് നഷ്ടപ്പെടേണ്ടിയിരുന്നത് എന്നൊക്കെ പറയേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആകാശ് പറയും, കണ്ടില്ലേ അവൻ തല കുനിച്ച് നിൽക്കുന്നത്, എന്നിട്ട് എന്തെങ്കിലും നിഷേധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അപ്പോൾ രാജശ്രീ പറയും, എൻ്റെ മകൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല, നിങ്ങൾ വായി തോന്നുന്നത് വിളിച്ച് പറയരുത്. അച്യുതേട്ട, അനന്തേട്ട, ഇവർ പറയുന്ന ഈ കള്ളത്തരത്തിലൊന്നും വിശ്വസിക്കരുത് എന്ന് പറയാം. അപ്പോൾ ആരും വന്നിട്ട് പറയും, അവൻ തലയും ഉയർത്തുന്നുണ്ടോ എന്ന് നോക്കുക. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസം വരണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ തെളിയിച്ചു തരാം. അമ്പലത്തിലെ മാനേജറെ ഞങ്ങൾ വിളിക്കട്ടെ, അയാൾ മണി പോലെ പറയും ഇവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്ന്. ആണി കാല് കുത്തിക്കയറി അഗ്നികുണ്ഡത്തിലേക്ക് അമ്മ വീണ് എൻ്റെ അമ്മ മരിക്കുന്നത് കാണാൻ ഒളിഞ്ഞു നിന്ന് ഇവനെ ഞാനല്ലേ കൈയോടെ പൊക്കിയത്, എന്നിട്ട് അവൻ ഇവിടെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നു, നാണമില്ലാത്തവൻ എന്ന് ആരും പറയൂട്ടോ. പെട്ടെന്ന് മാനേജറുടെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ അച്യുതനും രാജശ്രീയും ഒന്ന് തെല്ലടങ്ങുവാണ് കേട്ടോ. അപ്പം പറയും, ഇല്ല വെല്ലിച്ച, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആലോക അനന്തരോട് പറയേ. ഗോമതി ആണെങ്കിൽ അവനെ ഇങ്ങനെ തുറച്ചു നോക്കി നിർത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ